എന്തായാലും ഈ പാലക്കാട് ഡിവിഷൻ വിഭജനം ബി.ജെ.പിയുടെ രാഷ്ട്രീയ തീരുമാനമെന്ന് തന്നെയാണ് കോൺഗ്രസ് എംപിമാർ പറഞ്ഞത്. പ്രത്യേകിച്ച് രാജ്മോഹൻ എംപി, ഉണ്ണിത്താൻ എംപി ന്യൂസ് 18നോട് തന്നെ ഇക്കാര്യം പ്രതികരിച്ചതാണ്. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നീക്കം. അവഗണനയ്ക്ക് എതിരെ എംപിമാർ പ്രതിഷേധം നടത്തും. അതായത് തിരുവോണ ദിവസം ആണ് രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെ നിരാഹാര പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടും ഉള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ വിഭജിക്കാൻ തീരുമാനമായിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്താണ് ഇനി തുടർ പരിപാടി? പാലക്കാട് ഡിവിഷൻ അത് നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഉള്ളാളാണ്. ഉള്ളാൾ തൊട്ട് മംഗലാപുരം വരെയുള്ള ഭാഗങ്ങൾ സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെ ഭാഗമാക്കുന്നു. അതായത് മൈസൂർ ഡിവിഷൻ്റെ ഭാഗമാക്കുന്നതോടുകൂടി പാലക്കാട്ട് ഒരു വരുമാനവും ഇല്ലാതാകുകയാണ്. 2007 നവംബർ 1 സേലം ഡിവിഷൻ ഉണ്ടാക്കിയത്. സേലം ഡിവിഷൻ ഉണ്ടാക്കുമ്പോൾ പാലക്കാട് ഡിവിഷൻ്റെ റൂട്ടുകളാണ് എടുത്തു മാറ്റിയത്, സ്റ്റേഷനുകളാണ് എടുത്തു മാറ്റിയത്. അന്ന് നമുക്ക് 100ഓളം സ്റ്റേഷനുകൾ നഷ്ടപ്പെട്ടു. മാത്രമല്ല 1132 കിലോമീറ്റർ റൂട്ടിൽ 632 ചുരുങ്ങി. അപ്പോൾ ഏറ്റവും വലിയ വരുമാനം പാലക്കാട് ഡിവിഷന് കിട്ടിക്കൊണ്ടിരുന്ന കോയമ്പത്തൂർ, ഈറോഡ്, സേലം, കരൂർ, അതുപോലെ തന്നെ പിന്നെ നീലഗിരി ടൗൺ അടക്കം എല്ലാ സ്റ്റേഷനുകളും നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ തിരുപ്പൂർ അടക്കമുള്ള സ്റ്റേഷന് ഇതായിരുന്നു നമ്മുടെ പാലക്കാട് ഡിവിഷൻ്റെ വരുമാന സ്രോതസ് എന്ന് പറയുന്ന അതാണ്. അത് മൊത്തം പോയി. ഇപ്പം പിന്നെ എങ്ങനെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്? ഇപ്പം നമുക്കൊരു വർഷം 600 കോടി രൂപ വരെ വരുമാനം കിട്ടുന്നത് ഈ പറയപ്പെടുന്ന മംഗലാപുരം പോർട്ടാണ്, പനവൂർ പോർട്ടാണ്. അവിടുന്നാണ് കൽക്കരി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അവിടുന്നാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അവിടുന്നാണ് രാസവളം അടക്കമുള്ള ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഉള്ളാട് തൊട്ട് അങ്ങോട്ട് വരുമ്പോൾ മംഗലാപുരം ജംഗ്ഷൻ, മംഗലാപുരം ടൗണ്, പനവൂർ റെയിൽവേയുടെ ഗോഡൗൺ നിൽക്കുന്ന സ്റ്റേഷൻ ഇതെല്ലാം മൈസൂർ ഡിവിഷനിലേക്ക് പോവുകയാണ്. ഇത് എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്? ഇത് കേരളം എന്ന് പറയുമ്പോൾ, കേരളം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണ് നമ്മൾ പറയുന്നത്. കേരളം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് കലി തുള്ളുകയാണ്. കേരളത്തിന് ഞങ്ങൾ ഈ മൺസൂൺ സെഷൻ നടന്നല്ലോ ഈ 13-ാം തീയതി വരെ. എന്തെല്ലാം ആവശ്യമായി എത്ര പ്രാവശ്യമാണ് മന്ത്രിയെ കണ്ടത്? കാസർഗോഡ് പാഴ്സൽ ഓഫീസ് കാസർഗോഡും തലശ്ശേരിയാണ് നിർത്തിയത്. ഞങ്ങൾ ഞാൻ പോയി മന്ത്രിയെ കണ്ടു. ഇതിലേതെങ്കിലും രാഷ്ട്രീയപരമായ പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ കർണാടകത്തിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. കർണാടകത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ഈ പേരും പറഞ്ഞ് മൈസൂർ ഭാഗമൊക്കെ നമുക്കറിയാമല്ലോ, സിദ്ധാരാമയ്യൻ്റെ നാടാണ്. ആ പ്രദേശത്ത് നിന്ന് കുറേ സീറ്റുകൾ അസംബ്ലി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ബി.ജെ.പി. കേരളത്തിൽ നിന്ന് ഏതോ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത പ്രതീതിയോടുകൂടിയാണ് അവിടെ ആഘോഷിക്കുന്നത്. നിങ്ങൾ നോക്ക്, കർണാടകത്തിൽ ഭയങ്കര ആഘോഷമാണ് ബി.ജെ.പിക്കാർ. കേരളത്തിൻ്റെ കയ്യിലിരുന്ന് ഞങ്ങൾ പിടിച്ചു വാങ്ങിച്ചു. അത് പിടിച്ചു വാങ്ങിക്കുകയല്ല, കൊടുത്തതല്ലേ. എന്ത് പിടിച്ചു വാങ്ങിക്കുന്നത്? അവരുടെ ഗവൺമെൻറ്, അവരുടെ മന്ത്രി, അവർ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ക്ലിമ്മിസ് ബാവ തിരുമേനിയുടെ മെത്രാഭിഷേകത്തിൻ്റെ 1/4 നൂറ്റാണ്ടാണ്. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മുഖ്യമന്ത്രി അടുത്ത് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഇവർ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ റെയിൽവേ മന്ത്രിക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും ഞങ്ങൾ കത്ത്. ഇപ്പോൾ ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുമ്പോൾ, നയപരമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഗവൺമെൻറ്റിനോട് ആലോചിക്കണ്ടേ? 10-29 എംപിമാരിലെ രാജ്യസഭയിലും ലോക്സഭയിലും കൂടെ അവരോട് ആലോചിക്കണ്ടേ? ഞങ്ങളോട് പറയണ്ടേ? ഇതിപ്പോൾ തിരുവോണത്തിനൊരു സമ്മാനം. ഈ തീരുമാനം ഒക്ടോബർ 1 മുതലാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇന്നലെ എന്നെ രാത്രിയിൽ ജനറൽ മാനേജർ വിളിച്ചിരുന്നു ചെന്നൈയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കേരളത്തിലെ എംപിമാർ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല. ഞങ്ങൾ സമരത്തിൻ്റെ പാതയിൽ വരും. ആദ്യമായി മലയാളികളുടെ ദേശീയ ഉത്സവമായ തിരുവോണത്തിനന്ന് ഞങ്ങൾ പട്ടിണി കിടന്ന് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കും. എന്നിട്ടും തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്യും. മാത്രമല്ല 2ാം ഘട്ട സമരം ഞങ്ങൾ തീരുമാനിക്കും. ഇന്നലെ രാത്രി ഞങ്ങൾ എംപിമാരെല്ലാം പരസ്പരം കൂടി ആലോചിച്ചിട്ടാണ് തിരുവോണ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. കാര്യം നമുക്കിവിടെ ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോ താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വലിയ അപകടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. പാലക്കാട് കേരള സോൺ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ഞങ്ങളോടാണ് ഇപ്പോൾ പാലക്കാട് വരുമാനമില്ലെന്ന് പറഞ്ഞ് ഇതിപ്പോൾ എടുത്തു മാറ്റി തിരുവനന്തപുരം ഡിവിഷൻ ലയിപ്പിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ഇല്ലാതാവും. ഇപ്പം തന്നെ എന്തെങ്കിലും ഒരു EQ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പുതിയ ട്രെയിൻ വേണം, അല്ലെങ്കിൽ കണ്ണൂർ വരുന്ന തീവണ്ടി അങ്ങോട്ട് നീട്ടണം. 18 തീവണ്ടികൾ മംഗലാപുരത്ത് വന്ന് അവസാനിക്കുന്നു. അതെല്ലാം കാസർഗോട്ടോ കണ്ണൂരോട്ടോ നീട്ടണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇനി 2 ഡിവിഷൻ്റെ പെർമിഷൻ വേണം. പാലക്കാട് ഡിവിഷൻ്റെയും വേണം, മൈസൂർ ഡിവിഷൻ്റെയും പെർമിഷൻ വേണം. അപ്പോൾ ഇതെല്ലാം ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കും. ഇനി മാത്രമല്ല കുമ്പള
പിന്നെ സാറ്റലൈറ്റ് സ്റ്റേഷൻ വേണമെന്ന് ഞാൻ എത്രയോ കാലമായി പെടുന്നു. ബേക്കലിൻ്റെ പുരോഗതി, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കാസർഗോട്ടെ സ്റ്റേഷനുകളിലൊന്നും റൂഫില്ല. മഴ പെയ്താൽ മഴ നനയണം. മഴ നനഞ്ഞിട്ടാണ് ആളുകൾ ട്രെയിനിൽ കയറുന്നത്. മാത്രമല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ ഈ തീ പാറുന്ന വെയിൽ മൊത്തം സഹിച്ചു വേണം ട്രെയിനിൽ കയറാൻ. അപ്പോൾ റൂഫ് വേണം. മാത്രമല്ല ഇനിയിപ്പോൾ 2 സ്റ്റേഷനുകൾ കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്റ്റേഷനായി കാസർഗോഡ് മാറി. അമൃത് ഭാരത് വന്നു. പയ്യന്നൂർ മാറി. പയ്യന്നൂരും കാസർഗോഡും കഴിഞ്ഞ് അടുത്ത് കാഞ്ഞങ്ങാടും നീലേശ്വരവും. അത് ഇനിയിപ്പം എത്ര ഓഫീസിൽ കയറി നരങ്ങണം ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ. പാലക്കാട് ഡിവിഷൻ്റെ പെർമിഷൻ വേണം, മൈസൂർ ഡിവിഷൻ്റെ പെർമിഷൻ വേണം, പിന്നെ ചെന്നൈയുടെ പെർമിഷൻ വേണം. എന്തായാലും ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകും. ഈ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണം. പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് മലയാളികളുടെ ദേശീയ ഉത്സവമായ തിരുവോണത്ത് കാണം വിറ്റും ഓണം ഉണ്ണുമ്പോൾ ഞങ്ങൾ എംപിമാർ പട്ടിണി കിടക്കുകയാണ്. ദേശീയ ഉത്സവമായ തിരുവോണത്തിൻ്റെ അന്നാണ് ഞങ്ങൾ പട്ടിണി കിടക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പട്ടിണി സമരം. അതുകൊണ്ടും പഠിച്ചില്ലെങ്കിൽ അടുത്ത ഘട്ടം ഞങ്ങൾ ആലോചിക്കും. അത് ചിലപ്പോൾ ജെൻസി ചെയ്ത പോലെയൊക്കെ ഞങ്ങൾ കടുങ്കൈ ചെയ്തു എന്ന് വരാം. മനസ്സിലായോ? അത് ഒരു കാരണവശാലും വിടില്ല. ഇത് കേരളത്തോടുള്ള BJP ഗവൺമെൻറ് അവഗണനയാണ്. ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രിയുണ്ടല്ലോ, പുള്ളി മിണ്ടിയിട്ടില്ല ഇതുവരെ. ഇവിടെ ഓരോ കാര്യത്തിനും ഞങ്ങളാണ് എംപിമാർ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും പിതൃത്വം അവകാശപ്പെട്ട് എട്ടുകാലി മമ്മൂഞ്ഞായി വരുന്ന BJPയുടെ നേതാക്കന്മാർ കാസർഗോട്ടുണ്ടല്ലോ, മിണ്ടി ഒരക്ഷരം. അപ്പോൾ ഇവരെല്ലാം അതിന് കൂട്ടുനിൽക്കുകയാണ്. ഇവർക്ക് കേരളത്തോട് പരമപുച്ഛമാണ്. കാര്യം കേരളത്തെ ഇവർ അവരുടെ പിന്നെ മാപ്പിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ കർണാടകം പിടിച്ചെടുക്കാൻ, മൈസൂർ കേന്ദ്രമാക്കി പിടിച്ചെടുക്കാനാണ് ഈ നാടകം അരങ്ങേറിയത്. ഇത് അതിശക്തമായ ജനവികാരം ഉയർന്നു വരും. കേരള ഗവൺമെൻറ്റും എംപിമാരും സംയുക്തമായി ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധം കൊണ്ട് പഠിക്കുന്നില്ലെങ്കിൽ പ്രത്യക്ഷമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകും. ഇതൊരു കാരണവശാലും പാലക്കാട് ഡിവിഷൻ അബോളിഷ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്തായാലും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് MP പറയുന്നത്. മാത്രമല്ല ഡൽഹി മോഡൽ ഡൽഹി മോഡൽ സമരം വേണമെങ്കിൽ അത്തരത്തിലുള്ള ശക്തമായ സമര പരിപാടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം സൂചന നൽകുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.